വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പ്രോഡക്റ്റിന് ലോഞ്ചും ഈ അടുത്ത കാലത്ത് ഇറക്കിയ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ കൂടി എഴുതാണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീചിത്ര റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മാത്രമല്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, അത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള മെറ്റീരിയലായിട്ട് മാർക്കറ്റിൽ തന്നെ ഒരു ആവശ്യകതയാണ്. അപ്പോൾ അത്തരം രണ്ട് പ്രോഡക്റ്റുകൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് പ്രൊഫസർ ഈശ്വർ, ന്യൂറോ സർജറി പ്രൊഫസറാണ്. Dr. Manoj Komar, Head of Biomaterials, Sridhara, and Dr. Francis, Scientist, and I am Dr. Harikrishna Verma, Head of the Biomedical Technology. Dr. Manoj, please start. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് പ്രത്യേകിച്ച് ശ്രീധരനെ പറ്റിയിട്ട് SCT പറ്റിയിട്ട് ആവശ്യമില്ല. എനിക്കറിയാം, കാർഡിയോളജി ആശുപത്രിയാണ്. പക്ഷെ അതിനേക്കാളുപരി ദേശീയ തലത്തിൽ അറിയപ്പെടുന്നത് മെഡിക്കൽ ഗവേഷണത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടാവും. നമ്മൾ വളരെ സജീവമായിട്ട് രാജ്യത്ത് മെഡിക്കൽ ഗവേഷണം ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെയാണ്. ഇതിന് ഒരു സപ്പോർട്ട് തരുന്നത് നമ്മുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റായ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് DST ആണ്. DST ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതില് ഡിപ്പാർട്ട്മെന്റ് സയൻസ് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ബയോമെഡിക്കൽ ഗവേഷണം. അത് ചെയ്യാനുള്ള ഒരു സെന്റർ നമുക്കുള്ള ഗവേഷണ ബയോമെഡിക്കൽ ടെക്നോളജി. അവിടെ ഇംപ്ലാന്റുകളും ഡിവൈസുകളും ചികിത്സക്കാവശ്യമായ ഡിവൈസുകളും ആഗോള നിലവാരത്തിലുള്ളവ വികസിപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ ദൗത്യം. അതിന് ഹാർട്ട്വാർക്ക് തൊട്ടുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ വന്നതായിട്ട് നിങ്ങൾക്കറിയാം. അതിനുശേഷവും ഒരുപാട് കഴിഞ്ഞ 25 വർഷമായിട്ട് 50 ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ട്. അതിൽ മിക്കതും പ്രോഡക്റ്റ് ആപ്ലിക്കേഷനിലെത്താൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 200-ലധികം പേറ്റന്റുകൾ നമുക്കുണ്ട്. ഇതിനൊക്കെ മീഡിയ കവറേജ് അതാ സമയം കരുതാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇപ്പം ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ 2 ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം, അതായത് മാർക്കറ്റ് ലോഞ്ച്, അത് നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ 24-ാം തീയതി SCTMSTയുടെ പ്രസിഡന്റായിരുന്ന പുതിയ പ്രസിഡന്റ് ചാർജെടുത്ത ക്രിസ് ഗോപാലകൃഷ്ണൻ അത് അന്ന് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഒരു മാർക്കറ്റ് ലോഞ്ചിങ് ഔദ്യോഗികം നടത്തി. അതിന്റെ രേഖകൾ നിങ്ങൾക്കിപ്പോൾ റൈറ്റർ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ അസ്ഥിരമെന്ന പരിഹാരം ഒരു പുതിയ തലമുറ, ന്യൂ ജനറേഷൻ ഡ്രഗ് എലിമിറ്റിംഗ് ഗ്രാഫ്റ്റ് എന്ന് പറയും. ആ ഇതിൽപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്. ഇത് ലോക നിലവാരത്തിൽ തന്നെ ലോകത്തിലെ ഏത് കമ്പനി ഇറക്കുന്നതിനും തത്തുല്യമായ നിലവാരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബോൺ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ എല്ലുകളുടെ അസ്ഥികളുടെ ഭംഗങ്ങളോ എല്ലുകളുടെ രോഗങ്ങൾ വരുമ്പോൾ സർജറി ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ല് കൂടിച്ചേരാനുള്ള ഗ്രാഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിന്റെ കൂടെ ചികിത്സ ഉപയോഗിക്കുമ്പോൾ എല്ലിന്റെ റിപ്പയർ നടക്കുന്നതാണ്. രോഗി പറയുന്നത് ഈ പുതിയ ഈ പ്രോഡക്റ്റുകളിൽ ഡ്രഗ് കൂടി ചേർക്കാനുള്ള ഒരു പ്രൊവിഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രഗിനകത്ത് മരുന്നുകൾ, പ്രത്യേകിച്ച് ഓസ്റ്റിയോമൈലൈറ്റിസ്, അതായത് ബോണിൽ എല്ലുകളുടെ അണുബാധ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള മരുന്ന് അതിന്റെ കൂടെ, ഈ കാർഡിന്റെ കൂടെ കിട്ടും. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യൻസിലേക്ക് ഇഞ്ചക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഗുളികളായിട്ടോ ശക്തമായ ആന്റിബയോട്ടിക് കൊടുക്കുന്നത് ഒഴിവാക്കാം. പിന്നെ ഇതിന്റെ പിന്നിൽ വളരെ ഒരു നീണ്ട പ്രവർത്തനമുണ്ട്. അത് സാങ്കേതിക വികസിപ്പിച്ചെടുക്കുന്ന വലിയൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതൊരു നിലയിലെത്തിക്കഴിഞ്ഞാൽ കമ്പനികൾക്ക് കൈമാറും, ടെക്നോളജി ട്രാൻസ്ഫർ, പിന്നെ അതിന്റെ ഉത്പാദനം, വിതരണം, ഇതിനിടയിൽ ഡ്രഗ് കൺട്രോളറുടെ അപ്രൂവൽ എടുക്കുക, അങ്ങനെ വലിയൊരു പ്രോത്സാഹനം 10 വർഷത്തിലധികം നമ്മൾ എടുത്തു ഈ 2 പ്രോഡക്റ്റ് വരാൻ. ഒണിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, നേരിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിനുവേണ്ടി ഈ പ്രോഡക്റ്റുകൾ പുറത്തിറക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ രമേഷ്, ബയോമെഡിക്കൽ ടെക്നോളജിന്റെ ഹെഡാണ് ഡോക്ടർ വർമ്മ, അതുപോലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഈശ്വറുണ്ട്. പിന്നെ ഇതിന്റെ ഓൺ ബയോളജിയൊക്കെ പഠനങ്ങൾ കൈകാര്യം ചെയ്ത ഡോക്ടർ ഫ്രാൻസിസ് ഉണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ഡോക്ടർ വർമ്മ വിശദീകരിക്കുന്നതാണ്. ഈ പ്രോഡക്റ്റുകൾ എന്താണ്? കഴിഞ്ഞ ഏതാണ്ട് 20 വർഷമായിട്ട് നിങ്ങളുടെ ഗവേഷണം 3 കമ്പനികളിൽ ഈ പ്രോഡക്റ്റുകൾ ബോൺ ഗ്രാഫ്റ്റുകൾ മാത്രമായിട്ട്
അതായത് കോൺട്രാക്ട് എന്താ നമുക്ക് എല്ലുകളുടെ ലോസ് ഉണ്ടാവും, ലാർജ് ഡൊമാൻഡുകൾ എവിടെയെങ്കിലും ആക്സിഡന്റിനോ ക്യാൻസറൊക്കെ വരുമ്പോൾ ഡോക്ടർമാർ ചെയ്യുന്ന ഒരു കാര്യം ആട്ടുള്ള നിങ്ങൾ തന്നെ ബോർഡ് എടുത്ത് അല്ലെങ്കിൽ ഇടുപ്പല്ലിന്നോ അല്ലെങ്കിൽ വെടിപ്പുകളിൽ നിന്നോ പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് പകരമാണ് സിന്തറ്റിക് ഗ്രാഫ്റ്റുകൾ. അത് കൃത്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഡോക്ടർമാർക്ക് അത് അവൈലബിൾ ആയിട്ട് എളുപ്പം എടുത്ത് ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മുടെ അതേ മിനറൽ കോമ്പൗണ്ട്, ഈ എല്ലുകളിലെ കോമ്പോസിറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നൊരു കോമ്പൗണ്ട് ആണ്. അപ്പൊ അതേ സിമിലർ കോമ്പോസിഷനുള്ള കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് സിന്തറ്റിക് ഗ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ലോകത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഉള്ളത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും പല പല കോമ്പോസിഷനിലും പല പല ആവശ്യമുണ്ട്. പല പല ഏരിയകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം കോമ്പൗണ്ടുകൾ അത്ര ഉണ്ട്. അത്തരം 2 കോമ്പൗണ്ടുകളെ ഞങ്ങൾ ഓൾറെഡി മാർക്കറ്റിൽ വരുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിപ്പോ പുതിയതായിട്ട് ഇറക്കുന്നത് ഈ ബോൺ വെക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഇൻഫെക്ഷനുകളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇതിന് വളരെ പതുക്കെയായിട്ട് ഡ്രഗ് കൂടി എല്യൂട്ട് ചെയ്ത് സ്ലോലി പുറത്തു വരികയാണെങ്കിൽ ആ ഏരിയയിൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതിന്റെ ക്ലിനിക്കൽ ഡോക്ടർ പറയുന്നത്. പക്ഷെ അതിനുള്ള സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്ത് ഇതിനെ ഉണ്ടാക്കുന്ന നാനോ പോറസുകളാണ്. വളരെ വളരെ ചെറിയ പൊറോസിറ്റി ഉണ്ടായിട്ട് അതിനുള്ളിലാണ് ഈ ഡ്രഗ് ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ഇത് കുറച്ച് പുറത്താണ്. അപ്പൊ അങ്ങനെയുള്ള ആ സാങ്കേതിക വിദ്യ ഞങ്ങൾ അതിനുവേണ്ടി പേറ്റന്റ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പേറ്റന്റുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഒരു കമ്പനിയാണ്, ബിക്കോസ് നമ്മളൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്, ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിനുള്ള കമ്പനികൾ വന്നിട്ട് ആ കമ്പനികളാണ് പിന്നെ റെഗുലേറ്ററി പ്രോസസ്. അത് വലിയ പ്രോസസ്സാണ്. നമ്മൾ CDSCO എന്ന് പറയും, നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ ആണ്. അവരാണ് അത് ശരിക്കും അപ്രൂവൽ കൊടുക്കുന്നത്, ഇതെല്ലാം സേഫ് ആണ്. അപ്പൊ ഈ ഉള്ള ഡോക്യുമെന്റ് അന്ന് വരെ ചെയ്തിട്ടുള്ള നമ്മുടെ സെല്ലുകളിൽ ആനിമൽ ലെവലില് ഹ്യൂമൻ ട്രയൽസ് ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ അത് പിന്നെ അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ മാർക്കറ്റ് ചെയ്യാൻ. അതിന് സേഫ്റ്റി വാല്യുവേഷൻ. അപ്പൊ അതിന് ഇന്റർനാഷണൽ നോംസ് ഉണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റുകളെല്ലാം അത്തരം ഇന്റർനാഷണൽ നോംസിൽ കൂടി കടന്നു പോയിട്ടാണ്. അതുകൊണ്ടാണ് ഈ സമയം എടുക്കുന്നത്. മെഡിക്കൽ ഡിവൈസിലെ പ്രത്യേകിച്ചും ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നതിനൊക്കെ അതിൻ്റെതായ സമയം എടുക്കാൻ കാരണം നമ്മൾ അതിന്റെ സേഫ്റ്റി ആൻഡ് എഫിക്കസി വളരെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ഒരു തരത്തിലും കേടുവരാൻ പാടില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫൈനലി ഈ കഴിഞ്ഞ വർഷമാണ് ഇതിന് ഡ്രഗ് അപ്രൂവൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ കമ്പനി അത് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ഡോക്ടർ മനോജ്, ഡോക്ടർ ഫ്രാൻസിസ് ഇവരെല്ലാം ഇതിനകത്ത് നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഇതിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവശ്യം ഇതിന്റെ സേഫ്റ്റിയാണ്. ഇതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ അതിനുള്ള ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിന്റെ ടെസ്റ്റിംഗ് ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിന് ഈ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം ഡോക്ടർ ഫ്രാൻസിസ് ചെയ്തിരുന്നത് ഇതിനെ ഫുൾ ഓട്ടോമേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിക്ക് കൊടുക്കുമ്പോൾ ലാബറട്ടറി നമുക്ക് കുറച്ചുണ്ടാകും. പക്ഷേ ഇതിനെ ഫുള്ളി പ്രൊഡക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഓട്ടോമേഷൻ ചെയ്യുന്നത് ഫുള്ളി മെഷീൻസ് ആയിരിക്കും അത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ ഡോക്ടർ ഫ്രാൻസിസും കൂടെ ഉണ്ടായിരുന്നു. മനോജ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അതും എല്ലാത്തിനും ഇത്തരം എല്യൂഷൻ കഴിഞ്ഞു. ഇപ്പോൾ 21 ദിവസം ഇതെങ്ങനെ പുറത്തു വരുന്നത്, ഏത് പാറ്റേണിലാണ് എവല്യൂഷൻ കൈനറ്റിക്സ് നമ്മൾ പറയും. അപ്പൊ അതെല്ലാം മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ അതിന് ഒരു പൂർണ്ണ രൂപത്തിലുള്ള പ്രൊഡക്റ്റ് ആയി കൊണ്ടുവരും. ക്ലിനിക്കൽ സിറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ് ഡോക്ടർ. അസ്ഥികളുടെ അണുബാധയുടെ സവിശേഷത അവിടെ ആന്റിബയോട്ടിക്കുകൾ പലപ്പോഴും സാധാരണ ആന്റിബയോട്ടിക് കൊടുക്കുന്നത് വായിൽ കൂടിയോ അല്ലെങ്കിൽ IV ഇൻട്രാവീനസ് അല്ലെങ്കിൽ മസിൽ ഇൻട്രാവീനസ് ഈ റൂട്ടുകളിലൊക്കെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്താൽ അസ്ഥികളിൽ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവിടെ രക്തപ്രവാഹം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു അണുബാധ അസ്ഥിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് സാധാരണ മറ്റു കയ്യിലോ കാലിലോ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ സമയം എടുത്തേക്കുവാണ്. പലപ്പോഴും അത് ഒരു സ്മോൾഡറിംഗ് ഇൻഫെക്ഷൻ, പുകയുന്ന അണുബാധയായിട്ട് അത് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അവസ്ഥയിലാണ് നമ്മുടെ ഈ സെറാമിക് വീം, അതായത് ഒരു സ്ഥലത്ത് ഒരു അസ്ഥിയിൽ അണുബാധ ഉണ്ടാകുമ്പോൾ അവിടെ അണുക്കൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. 2 അവിടുത്തെ എല്ല് നശിപ്പിക്കരുത്. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ഈ നാനോപോറസ് ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് അതിനുള്ളിൽ ആന്റിബയോട്ടിക് ചേർന്നു. ആ ആന്റിബയോട്ടിക് നമ്മുടെ ആ സ്ഥലത്ത് അണുബാധയുള്ള സ്ഥലത്ത് ഇത് നിക്ഷേപിക്കുന്നതുകൊണ്ട് അത് വളരെ പതുക്കെ ഒരു 3 ആഴ്ച കൊണ്ട് ആന്റിബയോട്ടിക് അതിൽ നിന്ന് പുറത്തു വരും. ഇതിൽ ചെറിയ ചെറിയ സുഷിരമാണ്. ഈ സുഷിരങ്ങളിലേക്ക് ആന്റിബയോട്ടിക് അയച്ചു. ഈ ആന്റിബയോട്ടിക് അണുബാധയുള്ള സ്ഥലത്ത് നിക്ഷേപിക്കുമ്പോൾ ഈ നാനോപോറസ് ഗ്രാന്യൂൾസ് നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്നും 21 ദിവസത്തോളം ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ നമുക്ക് ഒരു മുറിവിൽ കൃത്യമായ സ്ഥലത്ത് തന്നെ വളരെ അധികം ഡോസ് ഓഫ് ആന്റിബയോട്ടിക് അവിടെ ലഭിക്കും. അതുമൂലം അണുബാധ നമുക്ക് തടഞ്ഞു നിർത്താം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ അണുബാധ മൂലം നഷ്ടപ്പെട്ട എല്ല്
അവിടെ കൃത്രിമ എല്ല് കാരണം അതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക. ഇതാണ് ഈ എടുത്തിൽ നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഞങ്ങൾ ഇത് കുട്ടികളിലുള്ള അണുബാധയാണ് ആദ്യം പരീക്ഷിച്ചത്. അത് ഡോക്ടർ ഉഷ മാധുരി എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലെ ഒരു പ്രൊഫസറാണ് ഈ ക്ലിനിക്കൽ ട്രയൽ നടത്തിയത്. അത് നമ്മുടെ പബ്ലിക്കേഷൻ, അതായത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജേണലുകളും ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലുമായിട്ടുള്ള ഓർത്തോപീഡിക് ജേണൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ഈ ഫോറസ്റ്റ് ഗ്രാനുൾസ് ഇരുമ്പോൾ ഏകദേശം 21ഓളം ദിവസങ്ങൾ ഈ തൈകളിൽ നിന്നും ആന്റിബയോട്ടിക്കുകൾ പുറത്തേക്ക് പോകും. അങ്ങനെ ആ അണുബാധയ്ക്കെതിരെ അത് പ്രവർത്തിക്കുന്നു, അണുബാധ നിയന്ത്രണ വിധേയമാക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ എല്ലിലുള്ള ആ ചെറിയ ഒരു ഇല്ലാതായ എല്ലിന് പകരമായിട്ട് കൃത്രിമ എല്ല് നമുക്ക് ലഭ്യമാണ്. ഇതാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷത. ഇതിനു മുമ്പ് തന്നെ ഈ ലാബിൽ നിന്നും 2-3 പ്രോഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് തലച്ചോറിലെ അസ്ഥികളിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ അടയ്ക്കാനുള്ള പ്രോഡക്റ്റ് ഓൾറെഡി ടീം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൂക്കിനുള്ളിൽ കൂടി തലച്ചോറിൽ പ്രവേശിച്ച് ശസ്ത്രക്രിയ നടത്തുമ്പോൾ അത് അടയ്ക്കുവാനുള്ള ഒരു പോലുള്ള ഗ്രന്ഥികളിലുള്ള ശസ്ത്രക്രിയ മൂക്കിൽ കൂടെ തലച്ചോറിനുള്ളിൽ പോയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അത് അടയ്ക്കുവാനുള്ള ഒരു ഹൈഡ്രോക്സി എപ്പറ്റൈറ്റ്. ഈ ഹൈഡ്രോക്സി എപ്പറ്റൈറ്റിന്റെ സവിശേഷത എന്നാൽ അതിലുള്ള കാൽഷ്യം ഫോസ്ഫറസ് റേഷ്യോ നമ്മുടെ മനുഷ്യരിലുള്ള എല്ലിനെ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചുറ്റുമുള്ള എല്ലുമായിട്ട് ചേർന്ന് പോകാൻ അതിന് അതിന് സാധ്യമാണ്. അതായത് ചെറിയ പോറസ് നാനോ പോറസ് ഗ്രാനുൾസ് വരും ഉണ്ടാവുമ്പോൾ അതിനുള്ളിൽ കൊളാജനും ഫൈബറും വളരുന്നു. അങ്ങനെ അത് നമ്മുടെ എല്ലുമായിട്ട് ഒത്തുചേരുന്നു. അങ്ങനെ അത് കൃത്രിമത്വം ഒന്നുമില്ലാതെ അതുമായിട്ട് ഒത്തുചേരുകയും പുതിയ ഒരു എല്ല് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഈ അസ്ഥികളിലുണ്ടാവുന്ന അഭാവമുള്ള ഭാഗങ്ങൾ, അതായത് എവിടെയൊക്കെയാണോ അസ്ഥികൾ ഇല്ലാത്തത് ആ ഭാഗത്ത് ഇത് വെക്കുന്നത് ആ ഗ്യാപ്പ് അത് ഫിൽ ചെയ്യാൻ. ഇതാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷത. സംശയം അതൊരു ശസ്ത്രക്രിയ നടത്തി വേണം അതിനകത്ത് നിക്ഷേപിക്കാൻ. ഞങ്ങൾ എക്സ്റേയുടെ സഹായത്തോടുകൂടി ചെയ്യുവാനും ഒരു ട്രയൽ നടത്തുന്നുണ്ട്. അതായത് വലിയൊരു ശസ്ത്രക്രിയ ചെയ്യാതെ എക്സ്റേയുടെ ഗൈഡൻസോടുകൂടി അവരെ നിക്ഷേപിക്കാൻ ഒരു സൂചിയിലൂടെ. പറഞ്ഞ പോലെ ഇൻജെക്റ്റബിൾ ഫോമില്, അതായത് ജെൽ ഫോമില് അങ്ങനെയുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഇവാലുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എല്ല് അമിതമായിട്ട് വളർത്തുമല്ലോ. നമ്മുടെ അസ്ഥിക്കുള്ളിൽ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന സെല്ലുണ്ട്. അത് ഈ അമിതം, അതായത് നമുക്ക് എല്ലാവർക്കും അമിതമായിട്ട് എല്ലാം വളരാനുള്ള സാധ്യത. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എല്ല് നിക്ഷേപിക്കുന്നു, ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത് എല്ല് നിൽക്കുന്നു. തമ്മിലൊരു ബാലൻസിലാണ്. നമ്മുടെ മുടിയും നഖവും എല്ലാം ആവശ്യത്തിനുള്ളതല്ലേ വളരുന്നു, കൂടുതൽ വളരാത്തത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.